ഓസ്ട്രിയയിലേക്ക് ഏകദേശം 6 ലക്ഷത്തോളം മാസവരുമാനം വാങ്ങിയിട്ട് ഒരു ജോലിക്കായിട്ട് പോകാനായിട്ട് ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവോ? അല്ലെങ്കിൽ ഇങ്ങനെ ഓസ്ട്രേലിയയിൽ ഒരു ജോലി ചെയ്തിട്ട് ഈ ഒരു പെർമനന്റ് റെസിഡൻസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പോൾ ഈ ഒരു വിദേശ വർക്കേഴ്സിനെ, ഈ ഒരു ഇൻ്റർനാഷണൽ വർക്കേഴ്സിനെ, അതായത് സ്കിൽഡ് വർക്കേഴ്സിനെ നേരിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അതും ഏതൊക്കെ പ്രൊഫഷണൽസ് ആണ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു IT പ്രൊഫഷണൽസ്, നഴ്സസ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, വെൽഡേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് അവസരം വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ക്ലാസ് 482 വിസയിലാണ് പോണത്. സോ പല ഏജൻസികളും ഈ ഒരു ജോബ് ആക്കി കൊടുക്കുന്ന പല ഏജൻസികളും ഒരുപാട് ലക്ഷങ്ങൾ സർവീസ് ചാർജ് വാങ്ങിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് തന്നെ നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ ഒരു 482 വിസ, ഏതൊക്കെ ജോബ്സിനാണ് കിട്ടുക, എങ്ങനെയാണ് ജോബ്സ് നേടിയെടുക്കേണ്ടത്, അതിന് എന്തൊക്കെ മാർഗ്ഗമുണ്ട്, ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. സോ ആദ്യം നമുക്ക് ഈ ഒരു സബ് ക്ലാസ് 482 വിസ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അതായത് ഈ ഒരു സബ് ക്ലാസ് 482 വിസ എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസയാണ്. അതായത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓസ്ട്രേലിയയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ സിഡ്നിയോ അല്ലെങ്കിൽ മെൽബൺ അല്ലെങ്കിൽ ബ്രിസ്ബെൻ, അതുപോലെ തന്നെ ഈ ഒരു പെർത്ത്, അഡ്ലൈഡ്, പിന്നെ കാൻബറ, അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഹൊബാർട്ട്, അങ്ങനെയുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിറ്റീസ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് പോപ്പുലർ ആവാത്ത സിറ്റികളും ഉണ്ട്. സോ ഇങ്ങനെയുള്ള നഗരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓസ്ട്രേലിയയിൽ ആവശ്യമായിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിനെ ലഭിക്കാത്ത സമയത്ത് ഈ ഒരു വിദേശ വർക്കേഴ്സിനെ, അതായത് ഇൻ്റർനാഷണൽ വർക്കേഴ്സിനെ, ഇപ്പോൾ നോൺ ന്യൂ കാൻഡിഡേറ്റ്സ് ആയ നമ്മളൊക്കെ നിയമിക്കാൻ കമ്പനികൾക്ക് ഈ ഒരു വിസ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സബ് ക്ലാസ് 482 പറഞ്ഞ ഈ ഒരു വിസ. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓസ്ട്രേലിയയിൽ നിയമപരമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫാമിലീനെ പിന്നീട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ PR പാത്വേ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹൈ സാലറി ജോബുകളായിരിക്കും. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കി നോക്കാം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലൈമർ കൂടി പറയാണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്നത് വെറും ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. അല്ലാതെ ഒരാളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടോ നമ്മളിങ്ങനെയുള്ള സർവീസ് ചെയ്ത് കൊടുക്കണില്ല. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും അത് യൂസ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻഫർമേഷൻ മാത്രമായിട്ട് കാണുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ എന്താണ് നോക്കി നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫെറർ ഇൻസൈറ്റ്സ്. സോ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലികൾ ഏതൊക്കെയാണ് നോക്കി നോക്കാം. അപ്പോൾ IT പറയുകയാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, ഹെൽത്ത് കെയറിൽ പറയുകയാണെങ്കിൽ നഴ്സസ്, കെയർ വർക്കേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, അലൈഡ് ഹെൽത്ത് വർക്കേഴ്സ്, പിന്നെ ട്രേഡ്സിൽ പറയുമ്പോൾ ഇലക്ട്രീഷ്യൻ വരും, പ്ലംബേഴ്സ് വരും, വെൽഡേഴ്സ് വരും, ഫിറ്റേഴ്സ് വരും, ടെക്നീഷ്യൻസ് വരും. പിന്നെ എഞ്ചിനീയറിംഗ് സെക്ടേഴ്സിൽ പറയുമ്പോൾ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ഇതൊക്കെ വരും. എഡ്യൂക്കേഷൻ്റെ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്. സോ ഇതൊക്കെയാണ് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ജോബുകൾ, ഇതൊക്കെയാണ് ഏറ്റവും ഡിമാൻഡുള്ള ജോബുകൾ. സോ ഇത്തരം ജോബുകൾ ഈ ഒരു 482 വിസയിൽ വരുന്നതായിരിക്കണം. ഓസ്ട്രിയ സ്കിൽഡ് ഒക്യുപ്പേഷണൽ ലിസ്റ്റിലുള്ളതായിരിക്കണം. അതെങ്ങനെയാണ് ചെയ്യുക, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കിൽഡ് ഒക്യുപ്പേഷണൽ ലിസ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി പോവുക. ഇത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫെയർസിൻ്റെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പിൻ്റെ ഒഫീഷ്യൽ ലിങ്കാണ്. സോ ഇതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കിൽഡ് ഒക്യുപ്പേഷണൽ ലിസ്റ്റ് കാണാൻ പറ്റും. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സെലക്റ്റഡ് വിസാസ് എന്ന് കാണാൻ പറ്റും. സെലക്ട് വിസാസ്, അതിൽ നമ്മൾ സബ് ക്ലാസ് 482 വിസ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ടിക്ക് ചെയ്യുക. ദെൻ സെർച്ച് എന്നുള്ളിടത്ത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ജോബ്, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ടീച്ചർ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഒരു ടീച്ചറിൻ്റെ വേക്കൻസിക്ക് പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കാം. സോ ഈ ഒരു 482 വിസയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ, നമ്മൾ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ജോബിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് പോകും. ഓക്കെ, ഈ ഒരു 482 വിസയിൽ പോണതാണ്. സോ ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു 482 വിസയിൽ ഏതൊക്കെ നിങ്ങളുടെ കരിയർ പോകുമോ എന്നുള്ളത് ആദ്യം നോക്കുക. അങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ സാലറി റിക്വയർമെൻറ്റ് നമുക്ക് എന്താ നോക്കി നോക്കാം. അതായത് ഈ ഒരു സബ് ക്ലാസ് 482 വിസയ്ക്ക് ജോബ് ഓഫർ മാത്രം മതി എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഈ ഒരു ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു മിനിമം സാലറി ത്രെഷോൾഡ് നമ്മൾ മീറ്റ് ചെയ്യണം. പല സ്കിൽഡ് ട്രേഡ്സ് ജോലികളിലും നമുക്ക് മാക്സിമം ഒരു മിനിമം ഒരു $40, അതായത് 40 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പെർ ഹവർ വരെ കൊടുക്കണേ, അല്ലെങ്കിൽ സാലറി കൊടുക്കണ ഒരു ജോബായിരിക്കണം. അങ്ങനെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സീക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എത്ര നമുക്ക് സാലറി കൊടുക്കേണ്ടത് എന്നുള്ളത്. ഞാനത് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും നമുക്ക് സീക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ.
സോ നിങ്ങളിപ്പോൾ കാണുന്നത് സീക്കിൻ്റെ ഇൻ്റർഫേസ് ആണ് കേട്ടോ. സോ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കവിടെ വെൽഡേഴ്സ് എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാം. സെർച്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ കാണാൻ പറ്റും പൈപ്പ് ഫിറ്റേഴ്സ്, പൈപ്പ് വെൽഡേഴ്സ്. സോ ഇവർക്ക് കൊടുക്കുന്ന സാലറി 55 to 57 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പെർ ഹവറിലാണ് ഇവർക്ക് കൊടുക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മിനിമം പറഞ്ഞ ഈ ഒരു 40 ഓസ്ട്രേലിയൻ ഡോളേഴ്സിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഇലക്ട്രീഷ്യൻസ്, ടെക്നീഷ്യൻസ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ ഇവിടെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ പല ജോബ്സിനും നമുക്ക് ഈ ഒരു സാലറി വരെ കൊടുക്കുന്നുണ്ട് പെർ ഹവറിൽ. സോ ഈ ഒരു സാലറി കൊടുക്കുന്ന ഒരു ജോബ് ആയിരിക്കണം. സോ നമ്മളൊരു ഡേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 hours വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു $320 ഉണ്ടാവും. സോ അത് നമുക്കൊരു 30 daysന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു $9,600 വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം ഇന്ത്യൻ മണിയിൽ കറൻറ്റ്ലി റേറ്റ് വെച്ചിട്ട് 6,28,000 സംതിങ് രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ജോബ് ഓഫർ ഉണ്ടാവണം. അത് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അതിൽ നമുക്ക് 1 year റെലവൻ്റ് എക്സ്പീരിയൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂഫ് വേണം. പിന്നെ സ്കിൽസ് അസസ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂഫ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു IELTS ആണെങ്കിലും PT ആണെങ്കിലും TOEFL ആണെങ്കിലും അതുപോലെ തന്നെ OET ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അതിലിപ്പോൾ ഒരു IELTS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മൊഡ്യൂളിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 വേണം. ഓക്കെ, ദെൻ വാലിഡ് പാസ്പോർട്ട്, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. ഇനി എല്ലാവർക്കുള്ള സംശയം എങ്ങനെയാണ് ജോബ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ജോബ് കണ്ടുപിടിക്കാനുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഓസ്ട്രേലിയയിൽ ജോബ് കൊടുക്കുന്ന ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്. അതായത് പറയുകയാണെങ്കിൽ ഈ ഒരു സീക്ക് ആണെങ്കിലും ഇനിയിപ്പോൾ ഇൻഡീഡ് വഴിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലിങ്ക്ഡ്ഇൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ജോറ, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. സോ ഇങ്ങനെ നമുക്ക് ജോബ് പോർട്ടൽസ് വഴി ഇപ്പോൾ സീക്ക് വഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊരു മെത്തേഡാണ്. പിന്നെ ഇതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ലിങ്ക്ഡ്ഇൻ വഴിയൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോവുക. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കമ്പനീസിൻ്റെ ഇമെയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ എന്നിട്ട് നമുക്ക് നേരിട്ട് അവർക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, ജോബ് പോർട്ടൽസ് വഴി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലിങ്ക്ഡ്ഇൻ വഴിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് അപ്ലിക്കേഷൻസ് ആവും പോവുക. ഇപ്പോൾ ഒരു 50 വേക്കൻസി ഉണ്ടെങ്കിൽ 500 അപ്ലിക്കേഷൻസ് പോവും. സോ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട കാര്യം ആ ഒരു കമ്പനി ഏതാണെന്ന് മനസ്സിലാക്കുക, ആ കമ്പനീൻ്റെ ഇമെയിൽ അഡ്രസ്സ് സംഘടിപ്പിക്കുക. ദെൻ നിങ്ങൾ അവർക്ക് ഇമെയിൽ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. നല്ലൊരു CV, അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ, ഇതൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാക്കുക. നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഉണ്ടാക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് പോർട്ടലും വഴിയും ചെയ്യുക. അതുപോലെ തന്നെ ഡയറക്റ്റ് കമ്പനിയുടെ വെബ്സൈറ്റ് പോയിട്ട് അവിടെ വേക്കൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ HR കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഇമെയിൽ ചെയ്തിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു ജോബ് പോർട്ടൽസിൻ്റെ കാര്യവും അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്കിൽഡ് ഒക്യുപ്പേഷണൽ ലിസ്റ്റ്, നിങ്ങൾക്ക് ഏതൊക്കെ ജോബ് ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സ്കിൽഡ് ഒക്യുപ്പേഷൻ്റെ ലിസ്റ്റും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതുവഴി പോയിട്ട് നിങ്ങളുടെ ജോബ് ആ ഒരു സബ് ക്ലാസ് 482-ലുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ അതിന് റെലവൻ്റ് ആയിട്ടുള്ള കമ്പനി ഏതാണോ അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. സോ എന്തായാലും നമ്മളെ ഈ ഒരു ചാനലിലൂടെ ഫ്രീ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയ and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.